ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാനിപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ 1.5 കഷ്ണം പടവലങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ തൊലിയൊക്കെ വരണ്ടി ഒഴിവാക്കിയതിന് ശേഷം നല്ലോണം കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കണം. അപ്പോൾ 3 പച്ചമുളക്, 3 ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങ കേട്ടോ. അതിനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കണം. പിന്നെ പെരിഞ്ജീരകം വേണം കേട്ടോ. ഒരു നുള്ളി പെരിഞ്ജീരകം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതും അതിലേക്ക് ചേർക്കുക കേട്ടോ. മിക്സിൻ്റെ ജാറിൽ ഇട്ടെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചതച്ച് എടുക്കുക കേട്ടോ. നല്ലോണം അരയരുത്, ഒന്ന് ചതഞ്ഞാൽ മതി. എല്ലാം ഉള്ളി, പച്ചമുളക്, ജീരകം, തേങ്ങ ഇതൊക്കെ നല്ലോണം ചതഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജോയിൻ്റ് ആയാൽ മതി. അത് മാത്രം മതി, കൂടുതൽ അരയരുത്. അങ്ങനെ ഞാനിതാ അത് അരച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ ചതച്ചത് കേട്ടോ. ഈ ചതച്ചതിന് ശേഷം നമുക്കിത് ഇവിടെ മാറ്റി വെച്ചിട്ട് ഗ്യാസിൻ്റെ മുകളിൽ ഒരു ചീഞ്ചട്ടി വെച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടെടുക്കാം. ഒരു നുള്ളി കടുകാണ് ഞാൻ ഇട്ടുകൊടുത്തത്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ചേർക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല ഇല്ല, അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഉണക്കമുളക് ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുക്കാം. ആവശ്യമില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് കടുക് പൊട്ടിയതിൻ്റെ ശേഷം ഞാനിതാ പടവലങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. ഒരു കളറ് ചേഞ്ച് ആവാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ. ഈ ആവി കിടന്ന് വേവുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓരോരുത്തർ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഉപ്പേരികളൊക്കെ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ, ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് ഞാനിതാ ഒന്നും കൂടി മാറണം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മൂടി വെക്കട്ടെ. ആവി കിടന്ന് ഒന്നും കൂടി ഗ്യാസാണെങ്കിൽ ഗ്യാസ് ഒന്ന് ചെറുതാക്കി വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ശരിയായി നല്ലോണം ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ഉലർന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരു ഡ്രൈ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇത് വീഡിയോ എത്ര ഉള്ളൂ. ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.